കൃപാസനം മാതാവിനും തിരുക്കുമാരനും ആദ്യമായി തന്നെ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിബി. ഞാൻ അബ്ബാസിയിൽ ഫാമിലിയായി താമസിക്കുന്നു. ഞാൻ പറയുന്നത് എനിക്ക് വലിയൊരു അത്ഭുതം എൻ്റെ അമ്മ മാതാവ് നൽകിയ ഒരു അനുഭവമാണ്. 2024 സെപ്റ്റംബർ 10 എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു പാനിക് അറ്റാക്ക് വരികയും അതിൽ ഇവിടെ സിറ്റി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എമർജൻസി ആയിട്ട് അവർ പറവാനിക്ക് വിടുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഞാൻ കോമ സ്റ്റേജിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ സൗണ്ടൊക്കെ മാറി, അതുപോലെ തന്നെ കിറിയൊക്കെ കൂടിപ്പോയായിരുന്നു. അവിടെ മലയാളി ഡോക്ടർമാർ സംസാരിക്കുന്ന എനിക്ക് കേൾക്കാമായിരുന്നു. എനിക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അവർ പറയുന്നത് ഞാൻ കേട്ടു. ഇനി ഇവർ കിടന്നു പോകുകയുള്ളൂ, പാനിക് അറ്റാക്കാണ്, എത്രയും പെട്ടെന്ന് ഇവർ നാട്ടിൽ വിടുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഡോക്ടർമാർ തമ്മിൽ പറയുന്നത് ഞാൻ കേട്ടു. നേഴ്സുമാരാണെങ്കിൽ തന്നെ അവരും സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. പക്ഷേ ഞാൻ അന്നേരം കൃപാസനത്തിലെ ഉടമ്പടി കൃപാസന പ്രാർത്ഥന എൻ്റെ വീട്ടിൽ വെച്ച് നടത്താൻ വേണ്ടി ഞാൻ ഒക്ടോബർ 4 തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ആ കിടപ്പിൽ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിത്രയേ ഉള്ളൂ, അമ്മയെ എന്നെ തളർത്തി കളയരുതേ, എൻ്റെ വീട്ടിൽ വെച്ച് അമ്മയുടെ ജപമാല നടത്താൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അതെങ്കിലും സാധിച്ചു തരണമേ എന്ന് ഞാൻ അമ്മ മാതാവിനോട് ആ സമയം അതാണ് എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചത്. എന്തായാലും വലിയൊരു അത്ഭുതം പോലെ തന്നെ ഞാനൊന്ന് മയങ്ങി എഴുന്നേറ്റപ്പോഴത്തേനും എനിക്കൊരു പ്രശ്നവും ഇല്ലയെന്ന് ഡോക്ടർമാർ പറഞ്ഞ് എന്നെ വീട്ടിലോട്ട് വിട്ടു. പക്ഷേ എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയി ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് അവർ കൂടെ പറഞ്ഞെന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. എന്തായാലും എന്നെ അമ്മ തളർത്തിക്കിടത്താതെ എൻ്റെ വീട്ടിൽ വെച്ച് കൃപാസന പ്രാർത്ഥനയൊക്കെ നടത്തി ഞാൻ ഈ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയി കോലഞ്ചേരി മിഷൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അന്നേരം അവർ എനിക്ക് വേരിയേഷൻ ഉള്ളതായിട്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും ഞാൻ ബലപ്പെട്ടു. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി സ്വീകരിക്കണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ആദ്യം മമ്മി ഡോക്ടറെ കാണാൻ, എന്നിട്ട് ഉടമ്പടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ആദ്യം ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവർ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു എത്രയും വേഗം ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് മരുന്ന് കഴിച്ചിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോയിട്ടേ ഞാൻ ഇനി വരുന്നുള്ളൂ പറഞ്ഞു. അവൻ എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോയി. ഞാൻ ഉടമ്പടി സ്വീകരിച്ച് തിരിച്ച് ചെക്കപ്പിന് ചെയ്യുന്നു, ആൻജിയോഗ്രാം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, ഒരു ചെറിയ തടസ്സം ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മാറി, ഇനി ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, പോയി നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു, ഒരു കുഴപ്പമില്ല എന്ന് എന്നോട് ഡോക്ടർ നേരിട്ടും പറഞ്ഞു. എൻ്റെ മോനോടും പിന്നെ എൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു. ഞാൻ തളർന്നു പോകുന്ന ഒരവസ്ഥ എന്നെ അവിടെ ചെന്നപ്പോൾ പലരും എന്നെ കാണിച്ചു തന്നു. ഇതാണ് തളർന്ന് കിടന്നുള്ള അവസ്ഥയൊക്കെ കണ്ടപ്പോൾ എൻ്റെ ദൈവം എന്നെ അതിൽ നിന്നും എൻ്റെ അമ്മ മാതാവ് എന്നെ ഉയർത്തിയ വലിയൊരു അത്ഭുതം തന്നെയാണ് എനിക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞത്. അതുപോലെ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ തിരി വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ തിരിയിൽ പൂവായിട്ടും അതുപോലെ അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ രൂപമായിട്ടും ഒക്കെ എനിക്ക് പച്ച തിരിയിലും നീല തിരിയിലും ഓരോ ദിവസവും അമ്മയുടെ സാന്നിധ്യം എനിക്ക് കിട്ടിത്തുടങ്ങി. ഇപ്പോൾ എൻ്റെ മക്കളും ഞങ്ങൾ കുടുംബം അടച്ചിരുന്ന് അമ്മയുടെ ജപമാല അർപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ അത് ചെയ്യാൻ അമ്മ മാതാവ് സാധിച്ചു തരുന്നുമുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും എതിർത്തുകൊണ്ടിരുന്ന എൻ്റെ മോനെ, അവൻ ഞാൻ പോലും അറിഞ്ഞില്ല, അവൻ കൃപാസനത്തിൽ ചെന്നിട്ട് എന്നെ വിളിച്ചു, അമ്മ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നതാണ്, എനിക്ക് ഉടമ്പടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അവൻ ഒരിക്കലും അങ്ങനെ പോകുന്ന ഒരാളല്ലായിരുന്നു. പക്ഷേ അവൻ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി സ്വീകരിച്ച് അവന് കല്യാണമൊക്കെ തടസ്സമായിരുന്നു. അത് എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം എൻ്റെ മക്കളെക്കുറിച്ച് വിവാഹകാര്യത്തിൽ മാത്രമാണ്, മറ്റൊന്നിലും എനിക്ക് സങ്കടമില്ലായിരുന്നു. പക്ഷേ എൻ്റെ മോൻ ഒറ്റയ്ക്ക് നാട്ടിലാണ്, ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ പല കല്യാണാലോചന വന്നെങ്കിലും ഒന്നും നടന്നില്ല. അവൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അവന് ഇങ്ങോട്ട് വരുന്ന പല ജോലി കാര്യങ്ങളും നടത്തിയിട്ടും ഒന്നും ശരിയായില്ല. എന്തായാലും ഇപ്രാവശ്യം അമ്മമാതാവിൻ്റെ അടുത്ത് പോയതിന് ശേഷം മാട്രിമോണിയിലൊരു ഇത് കൊടുക്കുകയും ചെയ്ത് നല്ലൊരു പെൺകുട്ടിയെ ഞങ്ങൾക്ക് ഒത്തുകിട്ടി. വിവാഹം ഉറപ്പിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് തിരിച്ച് കയറി വന്നത്. എൻ്റെ അമ്മ മാതാവ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി തന്നെ നടത്തി തന്നു. ഞാനും എൻ്റെ കുടുംബവും അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു.